ത്രിസന്ധ്യാസമയം ഉമ്മറത്ത് തമ്പ്രാട്ടിയും കൂടെ ഉത്തരയും ഇരിക്കുകയായിരുന്നു. ഉത്തര എപ്പോഴോ അവരുടെ സംസാരത്തിനിടയിൽ കാശിയുടെ ദാമ്പത്യമായി അവരുടെ ചർച്ചാ വിഷയം. ഇത് എത്ര ദിവസമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പോകുന്നത്? ആഴ്ച 3ആയി പെണ്ണിവിടെ വന്നിട്ട്. അതിനെന്താ അമ്മേ? നിന്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നത് കൊണ്ട് നിനക്കൊന്നുമില്ലേ? അവളുടെ മട്ടും മാതിരിയും ഒക്കെ കണ്ടോ നീയെ? അവൾക്ക് എന്താണെന്നാ അമ്മ പറയുന്നത്? ഭ്രാന്ത് അല്ലാതെന്താ? ഞാനൊക്കെ എന്താ അവിടെ വേലക്കാരിയോ? കാര്യം പറയാം, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന സമയം മര്യാദയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്ന പെണ്ണ് ഇപ്പോ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ വരുന്നു. അമ്മ ഇല്ലാത്തതുണ്ടാക്കി പറയേണ്ട കാര്യമില്ല. അമ്മയോട് ഒന്നും സംസാരിക്കാൻ പോലും അവൾ വരുന്നില്ലല്ലോ. എൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്, നിന്റെ മോൻ്റെ കാര്യമോ? ഭർത്താവ് എന്നൊരു സ്ഥാനം അവൾ അവന് കൊടുക്കുന്നുണ്ടോ? എങ്ങനെ നടന്ന ചെറുക്കന ഇപ്പോൾ അവളെ നോക്കി നടക്കുന്നു. അതിൻ്റെ ഒരു സ്നേഹം അവൾക്കില്ല. അമ്മേ, അത് അവൾക്കൊന്നും ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ? അവൾക്കതൊന്നും ഓർമ്മ കാണില്ല. പക്ഷേ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു തന്നല്ലോ. അപ്പോ എല്ലാം മനസ്സിലാക്കേണ്ടേ? എനിക്കറിയില്ല. അറിയില്ല, ഉത്തരം അറിയില്ല. നീ നോക്കിക്കോ. പെണ്ണെന്നും ആണെന്നും പറയാൻ നിനക്ക് ഒരെണ്ണമേ ഉള്ളൂ. അത് നീ ഓർത്തോ. ഇങ്ങനെ ജീവിതം കളയേണ്ടവനല്ല അവൻ. ഉത്തരയെ നോക്കി പറഞ്ഞുകൊണ്ട് തമ്പ്രാട്ടി പതിയെ അകത്തേക്ക് കയറിപ്പോയി. ഉത്തര അല്പസമയം കൂടി ഉമ്മറത്തിരുന്നു. അപ്പോഴാണ് ബൈക്കിൽ കാശി അങ്ങോട്ട് വന്നത്. അമ്മയെ കണ്ടതും അവനും അവരോടടുത്തിരുന്നു. അമ്മേ. എന്താ കുട്ടിക്കൊരു ഗമ? എന്തോ ചിന്തയിലാണല്ലോ. ഏയ് അല്ല, എന്തോ ഉണ്ട്, പറ. മോനെ, അമ്മൊരു കാര്യം പറഞ്ഞ കേൾക്കോ നീയെ? പറ. നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. മോൻ്റെ അമ്മയ്ക്ക്. അമ്മേ, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറ. പറയാടാ. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒന്നും അറിയാതെ ഒരു തീരുമാനമെടുത്തതാണ് ഞാൻ, മായയുടെ കാര്യത്തിൽ. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ പാർവതി, അവൾക്കിപ്പോൾ എന്താ പറ്റിയത്? മോനെ, എനിക്കറിയാം അവളുടെ അവസ്ഥ. പക്ഷേ നിന്നോട് കാണിക്കുന്ന ഇതൊക്കെ ഞാൻ എങ്ങനെ കാണാനാടാ? ഞാനും നിന്റെ അമ്മയായി പോയില്ലേ? എൻ്റെ മോൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ. അവളെ നോക്കാൻ ഞാനല്ലേ അമ്മയുള്ളൂ? അതെ മോനെ, അതറിയാലോ. പിന്നെന്താ? അമ്മയ്ക്ക് വയ്യാണ്ടായാൽ അച്ഛനല്ലേ കാണുള്ളൂ. അതല്ല മോനെ പറയുന്നത്. അവൾക്കൊന്നും ഓർമ്മയില്ല. അമ്മയ്ക്കറിയാം. പക്ഷേ അതിലല്ല കാര്യം. നമ്മൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അവൾക്ക്. നീ താലി കെട്ടിയ പെണ്ണ് അവളാന്ന്. അതുകൊണ്ട് അമ്മ പറയട്ടെ, എത്രയാന്ന് പറഞ്ഞാലും നിന്നെ അവൾ അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം. വയറ്റിലൊരു ജീവനുണ്ടെന്ന് തോന്നൽ പോലും ആ പെണ്ണിനില്ല. അപ്പോൾ പിന്നെ പേടിക്കണ്ടേ മോനെ? നീ കരുതുന്ന പോലെ അമ്മയൊന്നും പറയുന്നില്ല. മോൻ്റെ ജീവിതമാണ്, അത് നീ നോക്കണം. കാശിയുടെ കയ്യിൽ ഒന്ന് തലോടിയ ശേഷം ഉത്തര അകത്തേക്ക് നടന്നു. തികച്ചും ശാന്തമായിരുന്നു അവൻ്റെ മനസ്സപ്പോൾ. അകത്തേക്ക് കടന്ന് കോണിപ്പടികൾ കയറി മുകളിലെ മുറിയിലെത്തിയപ്പോൾ എന്തോ ആലോചിച്ച് കട്ടിലിരിക്കുകയായിരുന്നു പാർവതി. അവളെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം കുളിക്കാനുള്ള വസ്ത്രങ്ങളും എടുത്ത് അവൻ കുളിമുറിയിലേക്ക് കയറി. കുളി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴും അതേ ഇരിപ്പാണ് അവൾ അപ്പോഴും. പാർവതി. ഒരു മൂളൽ മാത്രമായിരുന്നു മറുപടി. താൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ വന്നപ്പോൾ തൊട്ട് താൻ ഇതേ ഇരിപ്പാണല്ലോ. ഏയ്. എന്താ, എന്തെങ്കിലും കളഞ്ഞു പോയോ? ഏയ്. പരിഭ്രമത്തോടെയായിരുന്നു അവൾ അവന് മറുപടി നൽകിയത്. ഒന്നുമില്ല. ഏയ്. എന്നാ ശരി. പാർവതിയെ ഒന്ന് നോക്കിയ ശേഷം ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് കാശി മുറിയുടെ പുറത്തേക്ക് നടന്നു. കാശി മുറിയിൽ നിന്ന് പോയി അല്പസമയം കൂടി പാർവതി അതേ ഇരിപ്പിരുന്നു. പെട്ടെന്ന് എന്തോ ചിന്തിച്ച ശേഷം അവൾ പതിയെ മൊബൈൽ എടുത്ത് നടന്നു. മൊബൈൽ എടുക്കാനായി നീട്ടിയ കൈകൾ പെട്ടെന്നാണ് അവൾ പിൻവലിച്ചത്. വീണ്ടും മനസ്സിൽ എന്തോ ഉറപ്പിച്ച ശേഷം അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങി. ബാൽക്കണിയിൽ നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു ഇരുവരും. പെട്ടെന്നാണ് ഉറങ്ങിക്കിടന്ന പാർവതി കണ്ണുകൾ തുറന്ന് പതിയെ തലച്ചിരിച്ച് അവൻ്റെ അടുത്ത് കിടക്കുന്ന കാശിയുടെ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. അവൻ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പതിയെ അവളാ കിടക്ക വിട്ട് എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി. കതക് തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. അപ്പോൾ തൻ്റെ കയ്യിൽ കാശിയുടെ മൊബൈൽ അവൾ ഭദ്രമായി പിടിച്ചിരുന്നു. അവളുടെ നടത്തം കുളക്കടവിലാണ് ചെന്ന് അവസാനിച്ചത്. കുളത്തിൻ്റെ പടവിലായി ഇരുന്ന ശേഷം മൊബൈലിൻ്റെ ലോക്ക് അഴിച്ച് ഒരു നമ്പർ ഡയൽ ചെയ്യാൻ വേണ്ടി
അവൾ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് തൻ്റെ നേർക്കുള്ള വെള്ളത്തിൽ തൻ്റെ പിറകിലായി നിൽക്കുന്ന കാശിയുടെ പ്രതിബിംബം അവൾ കണ്ടത്. ഞെട്ടലോടെയാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. കാശിയേട്ടനോ? എന്താ നീ ഇവിടെ? എന്നെ പ്രതീക്ഷിച്ചില്ല. ഞാൻ വെറുതെ വന്നതാ. ഈ പാതിരാത്രി വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണോ ഇത്? അല്ല, വെറുതെ ചൂടെടുത്തപ്പോൾ. നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ശരി, നീ എന്തിനാ എൻ്റെ മൊബൈലും കൊണ്ടുവന്നത്? അത് വെറുതെ. തൻ്റെ കയ്യിലിരുന്ന കാശിയുടെ മൊബൈൽ വിറയ്ക്കുന്ന കൈകളോടെ അവൾ അവൻ്റെ നേരെ നീട്ടി. അത് വാങ്ങി പോക്കറ്റിലിട്ട ശേഷം കാശി പാർവതിയുടെ നേരെ തിരിഞ്ഞു. എന്താ നീ വിയർക്കുന്നത്? അത് ആരെ വിളിക്കാൻ പോയതാ? ആരെ വിളിക്കാൻ? ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല. എൻ്റെ ഫോണെടുത്ത് നീ ആരുടെ നമ്പറിലാണ് വിളിക്കാൻ പോയതെന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല. കള്ളത്തരം എന്തെങ്കിലും കാണിക്കുമ്പോൾ അത് നേരെ ചെയ്യാൻ പഠിക്കണം. അല്ല, നിൻ്റെ എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടോ? ഏയ് അല്ല, നീ ഇന്ന് ഉച്ചതൊട്ട് തിരയുകയല്ലേ? എന്താ? തൻ്റെ പോക്കറ്റിലിരുന്ന ഒരു ചെറിയ നോക്കിയ സെറ്റ് ഫോൺ പുറത്തെടുത്ത ശേഷം കാശി അത് പാർവതിയുടെ നേരെ നീട്ടി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ്റെ കൈ അവളുടെ കവിളിന് നേരെ പതിഞ്ഞിരുന്നു. ഇതെന്തിനാ ഞാൻ നിനക്ക് തന്നത് എന്നറിയോ? ഇല്ല എന്ന രീതിയിൽ അവൾ അപ്പോൾ തലയാട്ടി. നീ എന്ത് ചെയ്താലും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിച്ചതാടി. എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി. അമ്മു ഹിമയുടെ മോളാണെന്ന് എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് മായ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോൾ അതിൻ്റെ പുറത്ത് അവൾ പറഞ്ഞതനുസരിച്ചാ നിന്നെ ഞാൻ തള്ളി പറഞ്ഞത്. അതിന് നീ എനിക്കൊരു വലിയ ശിക്ഷ തന്നെ തന്നില്ലേ? 8 വർഷം എന്നെ എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് നീ അകറ്റി നിർത്തി ഇല്ലേ? അത് ഞാൻ അംഗീകരിച്ചു, എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന്. പക്ഷേ ഇപ്പോൾ നീ കാണിച്ച ഈ നാടകം അതെന്തിനാണെന്ന് ഇപ്പോൾ എനിക്കറിയണം. പറഞ്ഞോ നീ? കാശിയേട്ടാ, ഞാനത് ഒന്നും പറയണ്ട. നീ ആരെയാ വിളിച്ചതെന്ന് എനിക്കറിയണം. ഞാൻ പറ, എന്തിനാ നീ ദേവകി അമ്മയെ വിളിച്ചത്? നീയും അവരും തമ്മിൽ എന്താ ഇടപാട്? പറയടി. ഓർമ്മയില്ലെന്ന് പറഞ്ഞ് നീ എന്തിനാ ഇത്രയും കാലം അഭിനയിച്ചത്? കാശി ദേഷ്യത്തോടെ പാർവതിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. കാശി, എന്നെയൊന്നും ചെയ്യല്ലേ, പ്ലീസ് വിട്. പാർവതി കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കാശിയുടെ കൈകഴുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്കായിരുന്നില്ല. പറയടി, നീ എന്തിനാ ഞങ്ങളെ എല്ലാവരെയും ഇത്രയും കാലം വട്ടുപിടിപ്പിച്ചത്? പറ. പറയാം, ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും പാർവതി പറയാമെന്ന് സമ്മതിച്ചു. കാശി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കൈകൾ അയച്ചിരുന്നു. പറ, എന്താ? ഇത്രയും കാലം ഞാൻ നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചത് എൻ്റെ മോന് വേണ്ടിയാ. മോനോ? നമ്മുടെ മോനോ? അതെ, കണ്ണൻ. അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ എൻ്റെ അമ്മയെപ്പോലെ ഭ്രാന്തിയായി അഭിനയിച്ചത്. തലയ്ക്കൊരു അടിയേറ്റ പോലെയാണ് കാശിക്കപ്പോൾ തോന്നിയത്. താൻ സ്നേഹിച്ച് കൊതി തീരാത്ത മകൻ ജീവനോടെയുണ്ടെന്ന് പാർവതിയിൽ നിന്ന് മനസ്സിലാക്കിയ കാശിയപ്പോൾ ഒരേ സമയം മനസ്സിൽ സന്തോഷവും കൂടെ തന്നെ എന്താ നടന്നതെന്നറിയാനുള്ള ആകാംക്ഷയും ഉണ്ടായിരുന്നു. എന്താ നീ പറയുന്നത്? കണ്ണൻ ജീവനോടെ ഉണ്ടെന്നോ? അതെ കാശിയേട്ടാ, അവൻ ജീവനോടെയുണ്ട്. ആരാ നിന്നോടെല്ലാം പറഞ്ഞത്? എനിക്കറിയില്ല. കണ്ണനെ കാണാതെയായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ മൊബൈലിലേക്ക് ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. പാർവതി അന്ന് നടന്ന സംഭവത്തിലേക്ക് കാശിയെ കൂട്ടിക്കൊണ്ടുപോയി. അന്നത്തെ ദിവസത്തേക്ക്. കണ്ണനെ കാണാതായ ദിവസം മുതൽ പാർവതി തളർന്ന അവസ്ഥയിലായിരുന്നു. ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. തൻ്റെ പ്രണയത്തെ ദൈവം തിരിച്ചു തന്നപ്പോൾ പകരം തൻ്റെ ജീവനെയാണ് അത് കൊണ്ടുപോയത്. അതും ഒട്ടും അവൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാശി എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ പോലും കണ്ണൻ്റെ വിടവ് അവനുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് നികത്താൻ കഴിയുമായിരുന്നുള്ളൂ. ദിവസങ്ങൾ ഉറക്കം പോലും ഇല്ലാതിരുന്ന പാർവതി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. കാശി പുറത്തേക്ക് പോയി ഒരു ഉച്ചയോടെ അടുപ്പിച്ചായിരുന്നു പാർവതിക്ക് ഒരു നമ്പറിൽ നിന്ന് അവളുടെ മൊബൈലിലേക്ക് കോൾ വന്നത്. ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും തുടരെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ നിവർത്തികെട്ട് ഫോൺ എടുത്തു. ഹലോ, പാർവതിയല്ലേ ഇത്? അതെ, ആരാണ്? ഞാൻ ആരാണെന്നൊന്നും നീ ഇപ്പോൾ അറിയണ്ട. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ നിന്റെ മോനില്ലേ, അവനെക്കുറിച്ച് പറയാനാ ഞാൻ വിളിച്ചത്. എന്താ നിങ്ങളീ പറയുന്നത്? അതേ പാർവതി, നിന്റെ മോൻ മരിച്ചിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. നിനക്ക് അവനെ തിരിച്ചു വേണ്ടേ? സത്യാണോ നിങ്ങൾ പറയുന്നത്? താൻ ആഗ്രഹിച്ചത് എന്താണോ അത് ഫോണിൽ മറുവശത്ത് നിന്നുള്ള ആൾ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു നാമ്പ് മുട്ടിയിട്ടു. ഞാൻ എന്തിനാ ഈ കാര്യത്തിൽ കള്ളം പറയുന്നത്?
നിങ്ങളുടെ മോൻ മരിച്ചു എന്ന് പറയാൻ ബോഡിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതാ പറയുന്നത് എൻ്റെ കൈവശമുണ്ട് നിന്റെ മോൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മോനെ തിരിച്ചു വേണം. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. മോനെയൊക്കെ തിരിച്ചു തരും. പക്ഷേ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. എന്താ? കാശി. എന്താ? അതെ, നീ കാശിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണം. എനിക്കറിയാം അത് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന്. പതുക്കെ പതുക്കെ നീ അവരിൽ നിന്ന് അകലണം. അങ്ങനെ ഒരു സമയത്ത് ഒരിക്കൽ നീ കാശിയുടെ അടുത്ത് നിന്ന് പോയില്ലേ, അതുപോലെ പോണം. നിനക്ക് നിന്റെ മോനെ വേണമെങ്കിൽ സമ്മതിച്ചാൽ മതി. പിന്നെ ഒരൊറ്റ കാര്യം, നീയെന്ന് കാശിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന അന്ന് നിന്റെ മകൻ കാശിയുടെ കൈകളിലെത്തും. നിന്റെ കൂടെ ജീവിക്കുന്നത് നല്ലത് അവൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നതല്ലേ. വളർന്നു വരുന്ന കൊച്ച്, അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അതൊന്നും വാങ്ങിക്കൊടുക്കാനുള്ള നിവൃത്തി നിന്റെ അടുത്തില്ല. അതുകൊണ്ട് പറയുകയാ ഞാൻ. പറഞ്ഞതുപോലെ എല്ലാം നടന്നാൽ നിന്റെ മോൻ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം നമ്മളല്ലാതെ മറ്റൊരാൾ അറിയരുത്. അറിഞ്ഞാൽ? ഇല്ല, ആരും അറിയില്ല. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഇനിയും എൻ്റെ കോളുകൾ നിന്നെ തേടി വരും. ഓക്കെ? കോൾ ഡിസ്കണക്റ്റ് ആയതോടെ പാർവതിയെല്ലാം കാശിയോട് പറഞ്ഞു നിർത്തി. ഇതെല്ലാം അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നത്? മോൻ. എടി, നീ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നീ പറയുന്നത്? നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പോലും വീണ്ടും ഞാൻ നിന്നെ തിരഞ്ഞു പിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ മടക്കി കൊണ്ടുവരും. അത്രയുള്ളൂ ഏട്ടാ. പിന്നെ ദേവകി അമ്മയ്ക്ക് ഇതിൽ എന്താണ് റോള്? ഈ കാര്യം അറിഞ്ഞതും എനിക്കൊരു സഹായം ആവശ്യമായിരുന്നു. അതിന് ഞാൻ കണ്ടുപിടിച്ച ആളാ ദേവകിയമ്മ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് സമ്മതിച്ചു. ഇപ്പോഴും കണ്ണൻ്റെ തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. പാർവതി, ഇതൊക്കെ അമ്മ എന്നോട് പറഞ്ഞില്ല എന്നാണോ നിന്റെ വിചാരം? അതെ, നീ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് പാർവതി. ദേവകിയമ്മ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ണൻ്റെ കാര്യം അതെന്നോട് മറച്ചു വെച്ചു. നീ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമാണ് അവർ എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാനിപ്പോൾ അറിഞ്ഞില്ലേ. ഇനി നിമിഷങ്ങൾ മതി എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ. എന്നോട് ചതി ചെയ്തവർ ആരാണോ അവർ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഒരു ക്രൂരച്ചിരിയോടെ കാശി മൊബൈൽ കയ്യിലേക്കെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് കോൾ ബട്ടൺ ഞെക്കി. ഇതേ സമയം മറ്റൊരിടത്ത്. ആൻറ്റി. എന്താടാ ചെറുക്ക? എനിക്ക് നന്നായി വിശക്കുന്നു. കുറച്ച് മുമ്പല്ലേ നീ കഴിച്ചത്? കുറച്ചല്ലേ ആൻറ്റി തന്നുള്ളൂ. ഇത്രയൊക്കെ കഴിച്ചാൽ മതി. അധികം ആഹാരം കഴിക്കേണ്ട. നിന്റെ തലയ്ക്ക് വേദനയുണ്ടോ? ഉണ്ട്, മുറിവ് പറ്റിയെടുത്ത്. ആ ശരി, എന്നാ ഞാൻ നിനക്ക് കുറച്ച് കഞ്ഞി തരാം. ആ ബാലൻ ആ സ്ത്രീക്ക് നേരെ തലയാട്ടി. ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്ത കഞ്ഞിയും അച്ചാറും ആ കുട്ടി ആർത്തിയോടെ കഴിച്ചു. ഇത് നോക്കി നിന്നുകൊണ്ട് സ്ത്രീ ആ റൂമിലായി വെച്ചിരുന്ന ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കി.